അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ വീഡിയോ ആക്കി എടുത്തത്. അപ്പോൾ ഇന്നതേ ഈ നിൽക്കുന്ന കാടെല്ലാം ഒന്ന് വെട്ടണം. കാടല്ല കേട്ടോ, അതും മൈലാഞ്ചിയും പിന്നെ കുറച്ച് ചെമ്പരത്തി ഉണ്ടല്ലോ, നാടൻ ചെമ്പരത്തിയും നമ്മുടെ മൈസൂർ ചീര ഉണ്ടല്ലോ, അതെല്ലാം കൂടെയൊക്കെ ചുറ്റി പിണഞ്ഞത് ഇതുപോലെ ഈ കേബിൾ കണക്ഷനാട്ടോ പോയിരിക്കുന്ന കേബിളും. അതുപോലെ കുറച്ചും കൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് കമ്പിയാണ് അവിടെ. അപ്പോൾ നന്നായിട്ട് അതങ്ങ് പടർന്ന്, നമ്മൾ ഇടയ്ക്ക് വെട്ടിയതാട്ടോ, പിന്നെ അത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ നന്നായിട്ട് അതങ്ങ് പടർന്ന് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതങ്ങ് വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ പണിയാവും കേട്ടോ. ഇലക്ട്രിക് കമ്പിയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതുകൊണ്ട് മൂട് വെച്ചിട്ടങ്ങ് വെട്ടുവാണ് കേട്ടോ. ഇനിയിപ്പം മൈലാഞ്ചിയൊന്നും നിന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളിതിൽ നിന്നങ്ങ് എടുക്കാറൊന്നുമില്ല കേട്ടോ. അരച്ചിടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ എടുക്കുമായിരുന്നു അരയ്ക്കാനായിട്ട്. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, നമ്മളത് എടുക്കാറുമില്ല കേട്ടോ. ആദ്യം ഒരു വെട്ടുകത്തി എടുത്തുകൊണ്ട് വന്ന് വെട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ പിടി അങ്ങ് ഒടിഞ്ഞു പോയി. പിന്നെ ഞാൻ പോയി സാധാ നമ്മൾ തേങ്ങയൊക്കെ ഉടയ്ക്കുന്ന വെട്ടുകത്തി ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ വെട്ടിയത്. അങ്ങനെ അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യലായിരുന്നു ഇന്നത്തെ പണി. ഇത് സ്പീഡ് കൂട്ടി ഇട്ടത് കൊണ്ടാണ് ഞാൻ ആകപ്പാടെ ഒരു ബുദ്ധിമുട്ടിയ ഒരു പണിയായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ആ കേബിളുമായിട്ട് ഇങ്ങനെ ചുറ്റി പിണഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ കേബിൾ പൊട്ടും. പിന്നെ നാട്ടുകാരുടെ വായിരിക്കുന്ന ചീത്തവിളി മൊത്തവും ഞാൻ കേൾക്കേണ്ടി വരും. അത് പ്രശ്നമാവും. പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെയാണ് കേട്ടോ ഞാനത് താഴോട്ട് വലിച്ചെടുക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വള്ളി പോലെ അങ്ങ് പടർന്നു പോയതാണ് കേട്ടോ. മരം പോലെ അങ്ങ് നിൽക്കുന്നതല്ല, വള്ളി പോലെ അങ്ങ് പടർന്ന് അതിൽ കുറേ മുല്ലയും പിച്ചിയല്ലല്ലോ, വേറെ എന്തുവാ, അരിമുല്ലയുണ്ടല്ലോ, അരിമുല്ലയും കൂടെയൊക്കെ ആയിട്ട് നല്ല നമ്മുടെ ഈ കൈയുടെ വണ്ണത്തിനൊക്കെ അങ്ങ് പടർന്ന് ഇരച്ച് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി മാത്രമല്ല അടുത്ത് നിൽക്കുന്നത്. ഈ അഗസ്ത്യയല്ലല്ലോ, എന്തുവാ, വേലിച്ചീര ഉണ്ടല്ലോ, മൈസൂർ ചീര എന്ന് പറയും കേട്ടോ. നമ്മൾ തോരൻ വെക്കാനൊക്കെ എടുത്തിട്ടുള്ളതാണ് മുന്നേ. അപ്പോൾ അതും കൂടിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്, അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന് ഈ കേബിളിലൊക്കെ ചുറ്റിക്കിടന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പിന്നെ അവിടെ ഒരു കാട് പോലെയാണ് കേട്ടോ. എന്തെങ്കിലും എൻ്റെ ഇടയ്ക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ മാങ്ങയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് മാങ്ങ പറിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ മെയിൻ വിഷയം ഈ കമ്പിയാണ്. ഇലക്ട്രിക് കമ്പിയിലൊക്കെ തട്ടിക്കഴിഞ്ഞാലും ഇടയ്ക്ക് തന്നെ താഴെ വശത്തൊരു തേക്ക് നിന്നിട്ട് അതിൻ്റെ ചില്ലകൾ ഈ ഇലക്ട്രിക് കമ്പി തട്ടിയിട്ട് പിന്നെ കറണ്ട് പോക്കായിരുന്നു കേട്ടോ. ഒരു കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്കും ഇത് ആ ചില്ല കമ്പിയിലോട്ട് തട്ടും, പിന്നെ കറണ്ട് കാണത്തില്ല. പിന്നെ നമ്മൾ KCB വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് ആൾ വന്ന് അങ്ങനെ അത് ആ ഒരു തേക്കിൻ്റെ ചില്ലകളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ കാര്യം നമ്മൾ അവരെ ഓർമ്മിപ്പിച്ചതാണ്. ഇത് അങ്ങ് മുകളിലോട്ട് പോകും. അതുപോലെ ആ മാവിൻ്റെ ചില്ലകളെല്ലാം അങ്ങ് കമ്പിയിലോട്ട് തട്ടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവരിനി വരുമ്പോൾ ചെയ്യാം എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇതുവരെ ആരും കണ്ടില്ല. എന്തായാലും ഈ മൈലാഞ്ചിയും അതുപോലെ ചെമ്പരത്തിയും അവിടെ നിന്ന അല്ലറ ചില്ലറ എന്തൊക്കെയോ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വെട്ടി മൊത്തം അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി കേട്ടോ. മുറ്റം കൂടെ തൂത്തിട്ട് കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഈ വെട്ടിയതിൻ്റെ ക്ഷീണത്തിൽ പിന്നെ മുറ്റം അടിയൊന്നും നടത്തിയില്ല. ഞാൻ നേരെ അങ്ങ് കയറി പോകുന്നു കേട്ടോ. ഇന്നലെ ഉള്ളൊരു കമൻറ്റ്, നമ്മുടെ പുതിയ ഫോണിലാണോ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതെയാണ്, നമ്മുടെ പുതിയ ഫോണിലാണ് ഇന്നലത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നല്ല ക്ലാരിറ്റിയില്ലേ, നല്ല ക്ലിയർ ഉണ്ടല്ലേ. ഒരു എന്താ, നമുക്ക് റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ട് എടുക്കുന്ന മാതിരിയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങക്ക് തോന്നിയൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ക്ലിയർ ഉണ്ട്. അപ്പോൾ അതിലാണ് കേട്ടോ നമ്മളിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറി വന്നിട്ട് ഇനിയിപ്പോൾ ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും ചെയ്യണം. ഞാൻ കാപ്പിയൊന്നും കുടിച്ചില്ല കേട്ടോ രാവിലെ. അപ്പോൾ കുറച്ച് ചിക്കൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. എല്ല് കഷ്ണമാണ് കേട്ടോ, എല്ല് കഷ്ണമാണ് മാറ്റി വെച്ചിരുന്നത്. ഞാൻ വിചാരിച്ചു ചിക്കൻ ഇങ്ങനെ എടുത്തിട്ട് തോരൻ വെക്കാൻ നോക്കിയപ്പോൾ എല്ല് കഷ്ണം വെച്ചിട്ട് നമ്മൾ തോരൻ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് വറ്റിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ ഒന്ന് ചതച്ചു, പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തു. അതിലേക്ക് ഒരു ചെറിയൊരു സവോളയും കുറച്ച് ക്യാപ്സിക്കം, തക്കാളി ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഒരു ക്യാപ്സിക്കം തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടെയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെള്ളമൊന്നും ഒഴിക്കാതെയാണ്, വെള്ളം ഒഴിക്കുന്നില്ല, ലേശം ഒരു കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചിക്കനിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാനിത് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത് കേട്ടോ. എടുത്ത് മാറ്റുക, നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമ്മളൊരു റെസിപ്പി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് മാറ്റി വെച്ച് ചിക്കനായിരുന്നു കേട്ടോ. പക്ഷേ ഇത് എല്ല് കഷ്ണം കേട്ടോ, ഇതിപ്പോൾ കൂടുതലും എല്ല് കഷ്ണമാണ്. ഇതിൽ നിന്ന് ഞാൻ ഓരോന്നും ഈ രണ്ടും മാംസം ഉള്ളത് നോക്കിയൊക്കെ എടുത്തിട്ട് ഞാൻ പാത്തുക്കുട്ടിക്ക് വറുത്തും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബിരിയാണി ആക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാംസമില്ലാത്ത സാധനം വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇത് ഒന്ന് എന്താ എണ്ണയിലും സവോളയിലും ചിക്കനൊക്കെ കിടന്നൊന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഇച്ചിരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെയൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്ത് പിന്നും ആ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മസാലയൊക്കെ ആ ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം ശക്കല വെള്ളം, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഈ ചട്ടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തത്. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് അമരപ്പയറുണ്ടല്ലോ, നമ്മുടെ കൊത്താമര, അപ്പം അതൊന്ന് അരിഞ്ഞിട്ട് മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തോരനല്ല, മെഴുക്കുരട്ടി ആക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അത് അങ്ങനെ ഉണ്ടാക്കിയാലും അമരപ്പയർ ആരും കഴിക്കത്തില്ല. പക്ഷേ സൈഡൊക്കെ ഇങ്ങനെ അതിൻ്റെ ആ പരിപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. മെഴുക്കുരട്ടി ആക്കി തന്നു, തോരനൊന്നും ആക്കിയാലൊന്നും കഴിക്കാൻ ഇഷ്ടമല്ല. ഇച്ചിരി തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് അത് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ചിക്കനിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അങ്ങ് തട്ടിപ്പൊത്തി അങ്ങ് അടച്ചങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ ഇരുന്ന് ആവി കയറിയിരുന്ന് നന്നായിട്ടങ്ങ് റോസ്റ്റ് വരുവാവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇന്നലത്തെ ബീഫ് കറി സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. കഴിച്ചിട്ട് എല്ലാവരും അഭിപ്രായം പറയുകയും ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ അമരപ്പയറിലേക്ക് കുറച്ച് പച്ച തേങ്ങ ഇട്ട് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റുമ്പോഴത്തേക്കും ഇന്നത്തെ ഉച്ചയൂണിൻ്റെ കറികൾ ഇത് രണ്ടുമാണ് കേട്ടോ. ഇത് രണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, വാപ്പ ചെങ്കലവയാണ് കേട്ടോ മീൻ രാവിലെ മേടിച്ചത്. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ പുളിയാക്കിയിട്ടുണ്ടായിരുന്നു. മീൻ കഴിച്ചുകൂടപ്പോൾ വീണ്ടും പ്രശ്നമാണല്ലോ നമ്മുടെ കണ്ടെയ്നർ, അതിൻ്റെ ഇതിൽ ഇപ്പം ഇവിടെ വേടിപ്പുണ്ട് കേട്ടോ. ഇടയ്ക്കൊരു ദിവസം ഞാൻ കഴിക്കാൻ കൊതി തോന്നിയപ്പോൾ അങ്ങ് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ അമരപ്പയർ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ലേശം നാരങ്ങാനീര്, ഒരു ചെറിയ നാരങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഒരു നാരങ്ങ തന്നെ ഞാനൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെയൊക്കെ ഒന്ന് മിക്സാക്കി കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ പെരട്ട് അല്ലെങ്കിൽ റോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇച്ചിരി നെയ്യ് ഉള്ള ചിക്കൻ്റെ ഇതും കൂടെ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇച്ചിരി നെയ്യുടെ ഭാഗം കൂടെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മാറ്റിയതാണ് കേട്ടോ. പക്ഷേ അത് നടക്കത്തില്ല സാൻഡ്വിച്ചിൻ്റെ കാര്യം, അതുകൊണ്ട് എണ്ണ കമ്മിയാണ്, അതാണ് സംഭവം കേട്ടോ. എണ്ണ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം ഇച്ചിരി എണ്ണ വേണം, അല്ലെങ്കിൽ പോക്കറ്റ് ഷവർമ അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി എണ്ണ വേണം. നമ്മൾ ബ്രെഡൊക്കെ വെച്ച് പൊരിച്ചല്ലേ എടുക്കുന്നത്, അപ്പം നന്നായിട്ടുള്ള എണ്ണ വേണം. അപ്പോൾ അതിനുള്ള എണ്ണയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഞാനാണെങ്കിൽ കാപ്പി കുടിക്കാത്തത് കൊണ്ട് ഇതും കൂടെ വെച്ചപ്പോഴത്തേക്കും പിന്നെ അങ്ങ് ആർത്തിയായി കഴിക്കണം എന്ന്. അപ്പോൾ ഞാൻ 2 അപ്പവും ഇച്ചിരി ചിക്കൻ റോസ്റ്റും കൂടെയൊക്കെ എടുത്തിട്ട് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മഴയാണോ നിങ്ങളുടെ നാട്ടിൽ? ഇവിടെ ചെറിയ മഴക്കോളും മഴയും ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.